പ്രിൻസ് ആൻഡ് ഫാമിലി, ബിൻഡോ സ്റ്റീഫൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തിപ്പോൾ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. നമ്മുടെയൊക്കെ സിനിമ കാണാൻ പ്രാപ്തരാക്കുന്ന, നമ്മുടെയൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്തരാക്കുന്ന ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ സൈന്യത്തിനും ഒപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഭരണകൂടത്തിനും വലിയൊരു സല്യൂട്ടും വലിയൊരു നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ആത്മാഭിമാനം കളയാതെ നമ്മളെയൊക്കെ സംരക്ഷിച്ച് പോകുന്നതിന് വലിയൊരു നന്ദി പറയുന്നു. ഊണും ഉറക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ സേനയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സിനിമയിലേക്ക് വരാം. പ്രിൻസ് ആൻഡ് ഫാമിലി പറയുകയാണെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ഫാമിലികൾക്കും കയറി കാണാൻ പറ്റുന്ന ഒരു അത്യുഗ്രൻ സിനിമ, ഒരു ഫാമിലി എൻ്റർടൈനറായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. ബിൻഡോ സ്റ്റീഫൻ ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം എന്നുള്ള രീതിയിൽ നല്ല ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ബിൻഡോ സ്റ്റീഫൻ ലെസ്റ്റിൻ സ്റ്റീഫൻ വഴി പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നുകൂടെ പറയേണ്ടത് ലെസ്റ്റിൻ സ്റ്റീഫൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം ഒരുപാട് ഇൻ്റർവ്യൂകളിൽ ഇതിനിടയിൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പല പടങ്ങളും നഷ്ടത്തിലായിരുന്നു, പലതും ഇതിനു മുമ്പേ ചെയ്ത മൾട്ടി സ്റ്റാർ പടങ്ങളൊക്കെ പെട്ടിയിൽ കിടക്കുകയാണ്. എന്നിട്ടും വലിയൊരു കൊമേഴ്സ്യൽ വാല്യൂയിലേക്ക് പോകാതെ നല്ലൊരു കുടുംബചിത്രം, കേരളത്തിലെ പ്രേക്ഷകരെ മനസ്സിലാക്കിക്കൊണ്ട്, ഇവിടുത്തെ കുടുംബങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു കുടുംബചിത്രം അണിച്ചൊരുക്കാൻ അദ്ദേഹം കാണിച്ച ആ കറേജിന് ആദ്യം തന്നെ ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം അങ്ങനെ പറയാൻ ഇപ്പോൾ അറിയാമല്ലോ, എല്ലാ സിനിമകളും മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ എല്ലാം ഒരു ബ്ലഡ് ഷെൽസ് ഒരുപാടുള്ള സിനിമകളാണ് മലയാളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാന സിനിമകളെ ചുവട് പിടിച്ചുകൊണ്ട് ആ മലയാളത്തും മലയാള തനിമയും പലയിടത്തും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്. പഴയ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ മലയാള സിനിമയെ ഒരു കാലത്ത് ഷോൾഡർ ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം അദ്ദേഹം ഇൻഡസ്ട്രിയിൽ നിന്ന് എവിടെയും പോയിട്ടൊന്നുമില്ല. കുറേ കരിങ്കാലികൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ വെച്ച് എപ്പോഴും ഡീ പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ മോശമാവുന്നത് ഒരിക്കലും ഒരു നടൻ്റെ കഴിവുകേട് കൊണ്ട് മാത്രം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതിൻ്റെ എഴുത്തുകാരന് അതിൽ പങ്ക് കാണും, അതിൻ്റെ സംവിധായകന് പങ്ക് കാണും, ഈവൻ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് പോലും ഒരു പടം ഇതാവുന്നതിൽ പങ്ക് കാണും. ഒബ്വിയസ്ലി ഒരു നടൻ തന്നെയാണ് സ്ക്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഒരാളുടെ മാത്രം ഷോൾഡർ ചെയ്യുന്നതും ഒരാളെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതും കറക്റ്റായിട്ടുള്ള കാര്യമല്ല. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഉള്ള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. അതിലെടുത്ത് പറയേണ്ട ഒരു പേര് ദിലീപിൻ്റെ തന്നെയാണ്. ദിലീപ്, പഴയ ആ വിൻറ്റേജ് ദിലീപ് എങ്ങനെയാണോ മലയാളികളെ ചിരിപ്പിച്ചത്, ചിന്തിപ്പിച്ചത്, കരയിപ്പിച്ചത്, ആ ദിലീപ് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും, ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. ഒപ്പം സിദ്ദിഖ് ആസ് യൂഷ്വൽ, സിദ്ദിഖ് കൊടുത്ത റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മഞ്ജു പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അഭിനയമാണ്. എന്തൊരു നല്ല കലാകാരിയാണ് അവർ അടിപൊളിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർ. ആ ഭാവങ്ങളും എന്താ പറയുക, ആ കഥാപാത്രം സൈനുത്താത്ത അങ്ങനെ എന്തോ ആണ് ആ കഥാപാത്രത്തിൻ്റെ പേരെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ എത്ര തന്മയത്വത്തോടു കൂടിയാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. അവർ വളരെ കാലിബറുള്ള ഇത് പറയുകയാണെങ്കിൽ ആരെയും താരതമ്യം ചെയ്യല്ല. ഉർവശിക്കൊക്കെ ശേഷം ഇല്ലെങ്കിൽ ഉർവശിയോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു അഭിനേത്രി തന്നെയാണ്, മലയാളത്തിൻ്റെ മാണിക്യം തന്നെയാണ് മഞ്ജു പിള്ള എന്ന് ഈ സിനിമയിലൂടെ അവരും തെളിയിക്കുകയാണ്. സിനിമയുടെ കഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആരെയും ദ്രോഹിക്കാത്ത രീതിയിലുള്ള, എന്നാൽ പലർക്കും പല രീതിയിലുള്ള കൊട്ടു കൊടുക്കുന്ന നല്ലൊരു ഫീഡിങ് മെസ്സേജ് ഒട്ടുമില്ലാത്ത ഒരു സിനിമ. ഫീഡിങ് മെസ്സേജ് ഇല്ല എന്ന് പറയുന്നത് ഒരു 10% ശരിയല്ല. ഒരു ഫീഡിങ് മെസ്സേജും ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും ബാക്കിയുള്ള കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഈ സിനിമ വളരെ വ്യക്തമായിട്ട് നർമ്മത്തിൽ ചാലിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ അവധിക്കാലത്ത് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുന്ന വളരെ നല്ലൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോവുക. ഒപ്പം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ള എൻ്റർടൈൻമെൻറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഈ സിനിമ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന, അയാളുടെ പേര് എനിക്കറിയത്തില്ല, കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്ന സംഭവമാണ്. പല സിനിമകളും 300, 200, 500 കോടിക്കൊക്കെ വന്ന സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ വെറും ബഫൂൺ വേഷമൊക്കെ കെട്ടിയിട്ടാണ് കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പറഞ്ഞിട്ട് എയറിലായ ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. അപ്പോൾ ഇതിലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ച് എടുത്തു പറയാൻ കാരണം, ഒരു നടനെ ആപ്റ്റാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നടിക്ക് ആപ്റ്റാവുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു സിനിമയ്ക്കകത്ത് ഒരു കോസ്റ്റ്യൂം, അതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റുമാണ് ഒരു സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട്, എനിക്ക് അയാളുടെ പേരും അറിയത്തില്ല ആരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എന്തായാലും അയാളും വളരെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അത്രയ്ക്കും നന്നായിട്ടാണ് ദിലീപിൻ്റെ ആയിക്കോട്ടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കോസ്റ്റ്യൂം ഇതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ
വളരെ നന്നായിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ മ്യൂസിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പോകുന്നത്. ഒരു തരി പോലും നമ്മളെ ബോറടിപ്പിക്കാതെ പടത്തിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ആവശ്യത്തിനുള്ള പാട്ടുകളും എല്ലാം ഒരുക്കി നല്ലൊരു പക്ക ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. കാരണം സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് കാണാൻ പോകുന്ന ആൾക്കാരുടെ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അത് 100% അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡയറക്ടറും ആ ടീമും വളരെ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യവും ഇവിടുത്തെ പ്രൊഡ്യൂസർമാരെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രേക്ഷകൻ എന്ന് പറയുന്നവൻ നിങ്ങൾ 10, 15 ഇല്ലെങ്കിൽ 50, 100 കോടി രൂപ വെച്ചൊരു പടം ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകന് അതിന് കൊടുക്കുന്ന വില, അതിനിടുന്ന വില വെറും 150 രൂപയാണ്. അത് ഇവിടുത്തെ പ്രൊഡ്യൂസർമാരെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലെസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു സിനിമ കുറേ കോടാനുകോടികൾ വന്നത് കൊണ്ടൊന്നും എടുത്തത് കൊണ്ടൊന്നും ഇവിടുത്തെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ, അതാത് കാലഘട്ടങ്ങളിൽ അവരാഗ്രഹിക്കുന്ന സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയുന്നു, ഒരു പ്രേക്ഷകൻ ഒരു സിനിമയ്ക്ക് ഇടുന്ന വെറും 150 രൂപയാണ്. ആ 150 രൂപയ്ക്ക് ഒരു പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ അതിൻ്റെ ടീം ഈ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. എനിക്കിതിലെ നെഗറ്റീവ് എന്ന് പറയുന്നത്, എനിക്ക് 2-3 കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു കാസ്റ്റിംഗ് ആണ്. വളരെ അപക്വമായിട്ടുള്ള ഒരു അഭിനയവും വളരെ വേണ്ട എന്ന് തോന്നുന്നൊരു അഭിനയം ആയിരുന്നു ധ്യാൻ ശ്രീനിവാസിൻ്റെ. കാരണം അത് പറയാൻ കാരണം, ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. കാരണം ഒരു സിനിമയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആൾ പോലും ഒരു പാട്ടിനകത്തൊന്നും ധ്യാൻ ശ്രീനിവാസനില്ല, ഫാമിലിയായിട്ട് പോകുന്നൊരു പാട്ടിനകത്ത്. കാരണം അയാളുടെ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ പാട്ടിനകത്ത് വരാത്തതെന്നുള്ള കാര്യം പോലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ആ പാട്ട് ആ ധ്യാൻ ശ്രീനിവാസിൻ്റെ പ്രസൻസും ഇല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ പ്രസൻസും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടിൽ ത്രൂ ഔട്ട് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു പടത്തിൻ്റെ മൊത്തം ഇതിനെ ഡൗൺ ആവുന്ന വിധത്തിലൊന്നും അഭിനയിപ്പിക്കേണ്ട. കാരണം ആ ഒരു ക്യാരക്ടർ പുള്ളിക്ക് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒന്ന് അതാണ് ഇതിൻ്റെ നെഗറ്റീവ്. പിന്നെ ഈ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ പലയിടത്തും, ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം, ലിപ്പ് സിംഗില്ലായ്മ പലയിടത്തും തോന്നിയിട്ടുണ്ട്. അതൊക്കെ നെഗോഷ്യബിൾ മിസ്റ്റേക്സ് തന്നെയാണ്. അത് ഒന്നും നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ലെവലിനെ ഒന്നും അത് ബാധിച്ചിട്ടൊന്നുമില്ല സിനിമ. പിന്നെ ഇതിൽ ആ ദിലീപിൻ്റെ നായികയായിട്ട് വന്ന ആ പെൺകുട്ടി, നല്ല ഒരു പെർഫോമൻസാണ് ആ പെൺകുട്ടി കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വിരളി പിടിച്ച സോഷ്യൽ മീഡിയ സമൂഹത്തിൻ്റെ ആകെക്കൂടെ പ്രതിനിധിയായിട്ട് ആ പെൺകുട്ടി എങ്ങനെയാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയ എന്ന് ആ ഒറ്റൊരു അഭിനയത്തിൽ ഇത്രയും അധികായകന്മാരുടെ കൂടെ ആ പെൺകുട്ടി കാഴ്ചവെച്ചിരിക്കുന്ന പെർഫോമൻസ് എടുത്ത് തന്നെ പറയേണ്ട ഒരു പെർഫോമൻസ്. നല്ലൊരു ഭാവി മലയാള സിനിമയ്ക്കകത്തും ഇന്ത്യൻ സിനിമയ്ക്കകത്തും നല്ലൊരു ഭാവി ആ പെൺകുട്ടിയിൽ ഉണ്ട്. എന്തായാലും ആ പെൺകുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എല്ലാ സിനിമകളിലും വളരെ ഹിഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡബിൾ മീനിങ് ഉള്ള കോമഡി കൊണ്ടുവന്ന് ചിരിപ്പിക്കുകയാണ്. ഇതിലും അങ്ങനെ ഒരു സീനിലൊക്കെ ഉണ്ട്, ഒരു ബെഡ്റൂം സീനിനകത്തുണ്ട്. അത് ആ സീനിനകത്ത് അങ്ങനെ അത് പറ്റുള്ളൂ എന്നുള്ള കാര്യം അറിയാം. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ മീനിങ് ഇല്ലാത്ത കോമഡികൾ കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള കോമഡികൾ ത്രൂ ഔട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു അഭിനേത്രി എന്ന് പറയുന്നത് നമ്മുടെ ഉർവശി ചേച്ചിയാണ്. കാരണം ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സ്പൂൺ ഫീഡിങ് മെസ്സേജ് ഉണ്ട് ഇതിനകത്ത് സോഷ്യൽ മീഡിയയെക്കുറിച്ചിട്ട്. ആ സ്പൂൺ ഫീഡിങ് മെസ്സേജ് വേറൊരു ആക്ടറാണ് ഇല്ലെങ്കിൽ വേറൊരാളാണ് വന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രേക്ഷകന് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷേ ഉർവശി അതിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ വന്ന് അതൊരു സ്പൂൺ ഫീഡിങ് അല്ലാത്തൊരു മെസ്സേജ് ആക്കി തന്ന് അവർ പെർഫോം ചെയ്ത് ആകെ 1-2 മിനിറ്റുള്ളൂ അവർ കയ്യടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കേണ്ട ആ മേക്കേഴ്സിൻ്റെ കഴിവ് തന്നെയാണ്. കാരണം ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുകയും അതെങ്ങനെ ആരിൽ പ്രവേശിപ്പിക്കണമെന്ന് അവരുടെ ഒരു ഉത്തമമായൊരു തീരുമാനത്തിൻ്റെ കൂടെ തുകയാണ് ആ ക്യാരക്ടറിലൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ ജോണി ആൻ്റണി എന്ന് പറയുന്ന നടനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹവും വളരെ നന്നായിട്ട് നല്ല കൈകാര്യം, അദ്ദേഹത്തിന് കിട്ടിയ റോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം കൈമാറി. സ്ഥിരം സിനിമകളിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ബഫൂൺ കോമഡി അല്ലാതെ വേറെ രീതിയിൽ സിറ്റുവേഷൻ വൈസ് കോമഡി അദ്ദേഹം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100-90% മാർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. കുറേ സ്റ്റണ്ടോ അടിപിടികളോ കത്തിക്കുത്തോ ബ്ലഡ് ഷെല്ലോ ഒന്നുമില്ലാതെ കുടുംബമായിട്ട് പോയി കുട്ടികളോടൊത്ത് പോയിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇങ്ങനൊരു സിനിമ തന്ന പ്രത്യേകിച്ചും ഇതിൻ്റെ പ്രൊഡ്യൂസർ ലെസ്റ്റിൻ സ്റ്റീഫനും സംവിധായകൻ
ബിൻഡോയ്ക്കും എല്ലാവർക്കുമുള്ള അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വേണം. പാവപ്പെട്ട ആ മനുഷ്യൻ ഒരുപാട് എല്ലാവരിൽ നിന്ന് അനുഭവിച്ച് ദിലീപ് എന്നും പറയുന്ന നടൻ ഒരു കാലത്ത് മലയാള സിനിമയെ ഷോൾഡർ ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു വിജയം കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ആസ്വദിച്ച പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ മാറ്റിക്കിട്ട് അതെല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതിലൊന്നും സിനിമ എന്ന് പറയുന്ന ആ കലാ സാധനത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാലും വലിയൊരു വിജയമാകട്ടെ ഈ സിനിമ. വലിയൊരു വിജയമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കുടുംബസമേതം പോയി ഈ സിനിമ പോയി തിയേറ്ററിൽ കാണുക. ഒരു കാരണവശാലും നിങ്ങളുടെ പൈസ നഷ്ടമാവത്തില്ല, അത് ഉറപ്പ് പറയുന്നു. അത്രയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.